സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ക്രിസ്മസിന് ഒരുക്കങ്ങളുമായി ഗാസയിലെ ഏക ഇടവക ദേവാലയം. ഗാസ യുദ്ധമേൽപ്പിച്ച മുറിവുകൾക്കിടെ ക്രിസ്മസിന് ഒരുക്കങ്ങളുമായി ഗാസയിലെ ഏക കത്തോലിക്ക ഇടവക ദേവാലയമായ ഹോളി ഫാമിലി ചർച്ച് ഇരുണ്ട ദിവസങ്ങളിൽ പ്രത്യാശയുടെ ഒരു അടയാളം നൽകാൻ തങ്ങൾ ആഗ്രഹിക്കുകയാണെന്നും കുട്ടികളോടൊപ്പം പുൽക്കൂടും ക്രിസ്മസും ട്രീയും ഒരുക്കി തങ്ങൾ ക്രിസ്മസിനായി തയ്യാറെടുക്കുകയാണെന്നും ഇടവക വികാരിയായ ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി കാത്തലിക് ന്യൂസ് ഏജൻസിയോട് വെളിപ്പെടുത്തി. വേദനയിൽ സന്തോഷത്തിന്റെയും ഭയത്തിൽ പ്രതീക്ഷയുടെയും സംയോജനവുമായാണ് തങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിലൂടെ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥിതി മോശമാണ്. മാനുഷികമായി പറഞ്ഞാൽ ഇത് മരണസ്ഥലമാണ്. ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷത്തിനും ഭക്ഷണം, വെള്ളം, മരുന്ന്, വൈദ്യുതി, പാർപ്പിടം, കിടക്കകൾ, കണ്ണടകൾ, സോപ്പ് ഒന്നുമില്ല. യേശു ഗാസയിലും ജനിക്കും. അവൻ ബലിപീഠത്തിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും വരും. കുട്ടികൾ പള്ളിയുടെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചു. അലങ്കാര വസ്തുക്കൾ സ്ഥാപിച്ച് സമാധാനത്തിനായി പ്രാർത്ഥിച്ചു. അവരിൽ നിറയുന്ന സന്തോഷം കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഇരുട്ടിലാണ്, എന്നാൽ യേശു വെളിച്ചമാണ്. അതിനാൽ ഞങ്ങൾ അവന്റെ വെളിച്ചത്തിനായി അപേക്ഷിക്കുന്നു. നാം പാപത്തിൽ ജനിച്ചവരാണ്, എന്നാൽ കർത്താവ് നമുക്ക് പാപമോചനം നൽകുന്നു. ഞങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു. ബോംബാക്രമണം കേൾക്കാം. ചിലപ്പോൾ കെട്ടിടം മുഴുവൻ കുലുങ്ങുന്നു. എന്നിട്ട് കുട്ടികൾ ശാന്തത പാലിക്കുകയാണെന്നും ഫാദർ ഗബ്രിയേൽ പറഞ്ഞു. യുദ്ധത്തിനിടെ 500ഓളം വരുന്ന ഗാസയിലെ ക്രൈസ്തവ സമൂഹം ഹോളി ഫാമിലി ഇടവയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അക്രൈസ്തവർക്കും അവിടെ അഭയം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.